بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇൽമിൻ്റെ സദസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പരിചയപ്പെടുത്തിയ, സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പ് എന്ന് പരിചയപ്പെടുത്തിയ ഇൽമിൻ്റെ സദസ്സിൽ ഇരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി എന്നുള്ളത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തൗഫീഖാണ്. ഒന്ന് ചേർന്നിരുന്ന വല്ല ഖൈറാണ്. അതാണ് അതിൻ്റെ ഇൽമിൻ്റെ അദബ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് വായിക്കപ്പെടുന്നത്, വഹ്യാണ്. അപ്പം അതിൻ്റെ മര്യാദയിലും അദബിലും ഇരിക്കുക, കേൾക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബിൽ പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ലീനിൽ കലാമി ലിവാലിദൈഹി. നമ്മൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ് വായിക്കുന്നത്. ഹദീസിൻ്റെ ഗ്രന്ഥമാണ്. ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട അദബുകൾ ക്രോഡീകരിച്ച ഹദീസുകളാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരാൾക്ക്, ഒരടിമക്ക് അദബ് ഏറ്റവും കൂടുതൽ ആദ്യം അദബ് വേണ്ടത് മഅല്ലാഹി, അള്ളാഹുവിനോടാണ്. രണ്ടാമത്തത് മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനോടാണ്. ആ അദബിൻ്റെ ഭാഗമാണ് റസൂലിൻ്റെ ഹദീത്ത് വായിക്കുന്ന സദസ്സിൽ അദബിലിരിക്കുക എന്നുള്ളത്, കേൾക്കുക എന്നുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് സംസാരിക്കുമ്പോൾ സഹാബാക്കൾ കാതു കൂർപ്പിച്ച് കേൾക്കും. അവരുടെ തലയിൽ പക്ഷി വന്നിരുന്നാൽ പോലും പക്ഷി അനങ്ങൂല. ആ രീതിയിൽ അവർ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിന്. ഹജ്ജത്തുൽ വദാഇൻ്റെ സമയം 100,000-ൽ കൂടുതൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു. റസൂൽ അവരുടെ നടുക്കായിരുന്നു. ബൈന വ റസൂലുള്ളാഹി ബൈന അദ്ഹുരിന. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് നടുവിലായിരുന്നു. അവിടുന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ യാത്രയിലും ഹജ്ജിൻ്റെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് 1,00,000 സഹാബാക്കൾ കേട്ടു. അത്രയും സൈലൻ്റ് ആയിരുന്നു, നിശബ്ദമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സഹാബാക്കൾ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ് അദബുകളുമായി ബന്ധപ്പെട്ട ഹദീസ്. ആദ്യത്തെ അദബ് മഅൽ വാലിദൈൻ, അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും കഴിഞ്ഞാൽ പിന്നെ ഒരു അടിമക്ക് ഹക്കുള്ളത്, ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്. അതിൽ ചില ഹദീസുകൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അതിൻ്റെ ബാക്കി ബാബു ലീനിൽ കലാമി ലിവാലിദൈഹി, മാതാപിതാക്കളോട് മൃദുലമായി സംസാരിക്കുക എന്നതിൻ്റെ ബാബ്. ഹദീസ് قال حدثني تيسلة بن مياس قال كنت مع النجدات فأصبت ذنوبا لا أراها إلا من الكبائر فذكرت ذلك لابن عمر قال ما هي؟ قلت كذا وكذا قال ليست هذه من الكبائر. തൈസലത്ത് ബിൻ മയ്യാസ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അലിയുൻ എന്നാണ്. അദ്ദേഹം പറയാണ്, കുന്തു മഅൻ നജദാത്തി, ഞാൻ നജിദാത്തുകളുടെ കൂടെയായിരുന്നു. നജിദാത്ത് എന്ന് പറഞ്ഞാൽ നജിദത്ത് ബിൻ അംർ എന്ന ആളുടെ, നജിദത്ത് ബിൻ ആമിർ അൽ ഖാരിജി എന്ന വ്യക്തിയുടെ ആൾക്കാർ. അദ്ദേഹം നേതാവാണ്. അവരുടെ കീഴിൽ ആൾക്കാർക്കാണ് നജിദാത്ത് എന്ന് പറയാം. ഖവാരിജിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണത്. ബിദ്അത്തിൻ്റെ ഒരു പ്രത്യേകത, ബിദ്അത്ത് അതിൻ്റെ ആൾക്കാർ ഒന്നുകിൽ
അതുണ്ടാക്കിയ ആളിലേക്കാണ് അവർ ചേർക്കപ്പെടുക. ഉദാഹരണത്തിന് ജഹ്മികൾ. ജഹ്മി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയിൽ നിന്നും വ്യതിചലിച്ചു പോയ ഒരു കക്ഷിയാണ്. ജഹ്മ് ബിൻ സഫ്വാനാണ് അതിൻ്റെ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്തിയിട്ട് ജഹ്മിയും എന്ന് പറയും. ഇല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പുതിയ ബിദഅത്ത്, ആ ബിദഅത്തിലേക്ക് ചേർത്തിട്ട് അവരെ വിളിക്കപ്പെടും ഖദരിയാക്കൾ. നമ്മൾ പറയല്ല ഖദരിയാക്കൾ, ഖദറിനെ നിഷേധിക്കുന്ന ആൾക്കാർ. അപ്പം ഖദരി എന്ന് പറയും, ഖദരിയാക്കൾ. അതുപോലെ തന്നെ ജബരിയും, ജബറിൻ്റെ വാദമുള്ള ആൾക്കാർ ജബരി എന്ന് പറയും. ഇല്ലെങ്കിൽ അവർ ഉണ്ടായ സ്ഥലത്തിലേക്ക് ചേർത്ത് വിളിക്കപ്പെടും ഹറൂരിയും. ഖവാരിജികളെ വിളിക്കുന്നൊരു പേരാണ് ഹറൂരിയും. അവർ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മാറി ഒരു ഹറൂബ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചത്, മാറി നിന്നത്. അപ്പോൾ ഹറൂരിയും എന്ന് പറയും. അവരിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് നജിദത്ത് ബിൻ ആമിർ, അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായ നജിദാത്തുകൾ. അവർ ഖവാരിജികളാണ്. അദ്ദേഹം പറയാണ് فأصبت ذنوبا لا أراها إلا من الكبائر. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു. ആ തെറ്റുകൾ ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അത് കബായിറാണ്, അഥവാ വൻപാപങ്ങളാണ്. ഖവാരിജികളുടെ പ്രത്യേകത, ചെറിയൊരു തെറ്റ്, ആ തെറ്റ് സ്ഥിരമായി ചെയ്താൽ അവൻ കാഫിറാണ്. വൻപാപം ചെയ്താൽ, ഒരു പ്രാവശ്യം തന്നെ ചെയ്താൽ അവൻ കാഫിറാണ്. ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ചു, കാഫിറാണ്. ഒരാൾ കണ്ടുപിടിച്ചു, കാഫിറാണ്. അതാണ് ഖവാരിജികളുടെ തെറ്റ്. ഖവാരിജികൾ അവിടെയാണ് പിഴച്ചു പോയത്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? ഒരാൾ മുഅ്മിനായിരിക്കെ തെറ്റുകൾ സംഭവിച്ചാൽ യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഒരാളുടെ ഈമാൻ അമലുകൾ ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ ആ ഈമാൻ വർദ്ധിക്കും. തെറ്റുകൾ ചെയ്ത് ഹറാമുകൾ ചെയ്താൽ യൻഖുസു, ആ ഈമാൻ കുറയും. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഖവാരിജികളോ, ഒരാൾ തെറ്റ് ചെയ്ത കാഫിറായി. അപ്പോൾ ആരായിരിക്കും ശിദ്ദത്ത് കൂടുതൽ, സൂക്ഷ്മത കൂടുതൽ ആർക്കായിരിക്കും? ഖവാരിജികൾക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്ന വസതിയത്താണ്, മധ്യമ നിലപാടാണ്. അതാണ് ശരി. ഖവാരിജികൾ ചെറിയൊരു തെറ്റായ അവൻ കാഫിറായി, അവൻ തള്ളി. ആരവരെ കാഫിറാക്കി? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളെ വരെ അവർ കാഫിറാക്കി. അവരുടെ പ്രത്യേകത, അവർ പുതിയൊരു വിദഅത്ത് ഉണ്ടാക്കി. അവർ ഒരിക്കലും ആലിമീങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യില്ല, അവരുടെ അനുയായികളെ വിടൂല. ആലിമീങ്ങളുമായി സംസാരിക്കാനോ അവരോട് ചോദിക്കാനോ സമ്മതിക്കൂല. ഹൈലൂല എന്നാണ് പറയുക, അത് അവരുടെ സ്വഭാവമാണ്. സാധാരണ ബിദഅകളുടെ സ്വഭാവമാണ് ഹൈലൂല. ഇൽമുള്ള ആൾക്കാരോട് അടുക്കൂല. അവരുടെ സംശയങ്ങൾ ചോദിക്കൂല, അവരോട് ചർച്ചകൾ ചെയ്യൂല. അത് ഹൈലൂല എന്ന് പറയും, ബിദഅകളുടെ സ്വഭാവമാണ്. ഖവാരിജികൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, ഖിലാഫത്ത് കാലത്ത് 6000 ഖവാരിജികൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചു, മുനാദറ, സംവാദം നടത്തി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വരുന്നത് മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളുടെ അടുക്കൽ നിന്നാണ് നിങ്ങളിലേക്ക് വരുന്നത്. അവരാരാണ്? നസല ഫീഹിമുൽ ഖുർആൻ, അവരിലാണ് ഖുർആൻ അവതരിച്ചത്. വഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, നിങ്ങളെക്കാൾ ഖുർആന്റെ വ്യാഖ്യാനം, ഖുർആന്റെ അർത്ഥം മനസ്സിലാകുന്നതും അറിയുന്നതും സഹാബാക്കളാണ്. വലൈസ മിൻഹും ഫീകും അഹദുൻ, അവരിൽ ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതാണ് അവരുടെ ദലാലത്തിൻ്റെ ഒന്നാമത്തെ തെളിവ്. അവർ വഴിപിഴച്ചവരാണ്, തെറ്റിലാണ്, പിഴവിലാണ് എന്നുള്ള തെളിവെന്താണ്? ഒരു സഹാബിയും അവരുടെ കൂട്ടത്തിലില്ല എന്നുള്ളതാണ്. അപ്പം ഖവാരിജികൾ പറഞ്ഞു, ആരും ഇബ്നു അബ്ബാസിനോട് സംസാരിക്കരുത്, എല്ലാവരും മാറിയിരിക്കണം, ആരടുക്കരുത്. അവർ ഖുർആൻ്റെ ആയത്ത് ഓതി, ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആൻ പറഞ്ഞ ആയത്താണ്, ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. അവർ എന്താണ്? തർക്കിക്കുന്ന ആൾക്കാരാണ്, അവരോട് നിങ്ങൾ സംസാരിക്കരുത്. മക്കത്തെ മുശ്രിക്കുകൾ അസ്ലിയാണ്, ഖുറൈശികളാണ്. അപ്പം ഖുറൈശികളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. ആ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് എന്ത് ചെയ്തു? അത് ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് ഓതി. അതാണ് ബിദ്അയുടെ സ്വഭാവം. എന്നിട്ട് ആരും ഇബ്നു അബ്ബാസിനോട് സംസാരിക്കരുത്, അള്ളാഹു അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അഥവാ ഖുർആൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബാക്കളുടെ മാത്രമാണ്. അതാണ് മൻഹജു സലഫ്. ആ മൻഹജു സലഫ് എന്നാണ് അവർ തെറ്റിയത്. കാരണം ഏതോ സഹാബാക്കളിലേക്കാണോ ഖുർആൻ അവതരിച്ചത്, റസൂൽ ഹദീത്ത് പഠിപ്പിച്ചത്, ആ സഹാബാക്കൾക്കെതിരെ അവർ മനസ്സിലാക്കാത്ത രീതിയിൽ ഖുർആൻ ഓതുകയും അർത്ഥം പറയുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അവരോട്, നിങ്ങളുടെ വാദം എന്താണ്? അലി കാഫിറാണ് റളിയല്ലാഹു അൻഹു. അലി കാഫിറാണ്. മുആവിയ, അബൂ മൂസ അശ്അരി, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും ഇങ്ങനെ പ്രഗത്ഭരായ സഹാബാക്കളൊക്കെ കാഫിറാണ്. എന്താണ് കാരണം? 3 കാരണങ്ങളാണ് പറഞ്ഞത്. 3 കാരണങ്ങൾ. ഇബ്നു അബ്ബാസ് ചോദിച്ചു, എന്താണ് ഒന്നാമത്തെ കാരണം? അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഇവർ 2 ആൾക്കാരും സിഫീൻ യുദ്ധത്തിന്റെ സമയം അല്ലാഹു അല്ലാത്ത ഹാക്കിമീങ്ങളെ സ്വീകരിച്ചു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഖുർആൻ ആയത്താണ്. വിധികർത്താവ് അല്ലാഹു മാത്രമാണ്. അപ്പം അല്ലാഹു അല്ലാത്തൊരു വിധികർത്താവിനെ അലിയും മുആവിയയും സ്വീകരിച്ചു. അതുകൊണ്ട് അവർ കാഫിറായി. ആർക്കെതിരെ ഓതുന്നത്? ഖുർആൻ ആയത്ത് സഹാബാക്കൾക്കെതിരാണ് ഓതുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാമിലായിരിക്കെ, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിലായിരിക്കെ വേട്ടയാടിയാൽ, മൃഗത്തിനെ പിടിച്ചാൽ, മൃഗത്തിനെ കൊന്നാൽ അതിൻ്റെ പ്രായശ്ചിത്തം അള്ളാഹു കൽപ്പിച്ചത് എന്താണ്? അതേ വലുപ്പത്തിലുള്ള ഒരു മൃഗത്തെ അറുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നിർണയിച്ച് ആ പൈസ സദഖ കൊടുക്കുക. ആ മൂല്യം നിർണയിക്കേണ്ടത്, ആ മൃഗത്തിൻ്റെ വലുപ്പം നിർണയിക്കേണ്ടത് ആരാണ്? ഒരു ഹാക്കിമാണ്. നിങ്ങൾ ഹാക്കിമിനെ സ്വീകരിക്കുക. ഇബ്നു അബ്ബാസ് ചോദിച്ചു, ഒരു മാന് അല്ലെങ്കിൽ ഒരു മുയൽ, ആ മുയലിൻ്റെ വിഷയത്തിൽ ഹാക്കിമിനെ സ്വീകരിക്കാൻ അല്ലാഹു പറഞ്ഞു. ഇവിടെ മുഅ്മിനീങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യാൻ, ആ യുദ്ധമില്ലാതിരിക്കാൻ, മുസ്ലിമീങ്ങളെ പരസ്പരം രക്തം ചിന്താതിരിക്കാൻ അലിയും മുആവിയയും റളിയല്ലാഹു അൻഹുമ അവർ ഹാക്കിമിനെ സ്വീകരിച്ചതാണോ തെറ്റ്? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിണങ്ങിയാൽ, തെറ്റിയാൽ അവർ ഒന്നിപ്പിക്കാൻ അല്ലാഹു പറഞ്ഞ എന്താണ്? ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ. അവളുടെ ഭാഗത്തു നിന്നൊരു ഹാക്കിം, ഇവന്റെ ഭാഗത്തൊരു ഹാക്കിം, അവർ സംസാരിച്ച് അവർ ഒരു തീരുമാനമെടുക്കട്ടെ. അവിടെയും ഹാക്കിമിനെ സ്വീകരിക്കാൻ പറഞ്ഞു. ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഹാക്കിമിനെ അല്ലാഹു സ്വീകരിക്കാൻ പറഞ്ഞു. അപ്പം എന്തായാലും മുഅ്മിനീങ്ങൾ പരസ്പരം പോരടിക്കുന്നതില്ലാതാക്കാൻ, രക്തം ചിന്തുന്നതില്ലാതാക്കാൻ ഒരു ഹാക്കിമിനെ സ്വീകരിച്ചത് തെറ്റല്ല. അത് അവർ അംഗീകരിച്ചു. അപ്പോൾ ചോദിച്ചു, രണ്ടാമത്തെ എന്താണ്? അവർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കീഴടക്കി തടവുള്ളിയായിട്ട് പിടിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹുവിൻ്റെ ടീമാണ് പരാജയപ്പെട്ടത്. തടവുകാരിയായിട്ട് സ്വീകരിച്ചില്ല, ഗനീമത്ത് സ്വത്തായിട്ട് എടുത്തില്ല, അടിമയായി സ്വീകരിച്ചില്ല. അദ്ദേഹത്തെ എന്താ ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു നല്ല രീതിയിൽ എന്ത് ചെയ്തു? മദീനത്തേക്ക് പറഞ്ഞേക്കാണ് ചെയ്തത്. അപ്പോൾ ഇബ്നു അബ്ബാസ് ചോദിച്ചു, അപ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ഖവാരിജികൾ പറയണം, ഒന്നെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ കാഫിറാണെന്ന് പറയണം. അപ്പം കാഫിറിനോട് യുദ്ധം ചെയ്യാം, പിടിക്കാം. ഇനി ഗനീമത്ത് സ്വത്തായിട്ട് എടുത്തില്ല, അടിമയായി സ്വീകരിച്ചില്ല, അത് മുഅ്മിൻ ആയതുകൊണ്ടാണെങ്കിൽ, മുസ്ലിം ആയതുകൊണ്ടാണെങ്കിൽ മുസ്ലിമികളോട് യുദ്ധം ചെയ്യൽ ഹറാമാണ്. അപ്പോൾ അലി കാഫിറാണെന്ന് പറയണം. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ നിങ്ങളുടെ ഉമ്മയാണ്. ആരും ഉമ്മാൻ എന്ത് ചെയ്യില്ല? അടിമയാക്കി വെക്കൂല. ഉമ്മാൻ അടിമയായാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വതന്ത്രയാവും. ഉമ്മാൻ അടിമയായിട്ട് വെക്കാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിങ്ങളുടെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഫിറായി, ഖുർആൻ നിഷേധിച്ചു. ആ ഉമ്മാനെ അടിമയായിട്ട് വെക്കാന്ന് പറഞ്ഞാലും നിങ്ങൾ കാഫിറായി. അത് ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ നിഷേധിച്ചു. അവർ അതും അംഗീകരിച്ചു. അവിടുത്തെ തെറ്റുപറ്റി. മൂന്നാമത്തെ എന്താ ചോദിച്ചു? ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതാണ് ശുബ്ഹാത്തുകൾ എന്ന് പറയാം. ശുബ്ഹാത്തുകൾ യഥാർത്ഥ രീതിയിൽ നിന്ന് ഇൽമ് സ്വീകരിച്ചില്ലെങ്കിൽ ശുബ്ഹാത്തുകൾ ഉണ്ടാവും. ചെറിയ കാര്യമായിരിക്കും. മൂന്നാമത്തെ എന്താ ചോദിച്ചു? അപ്പോൾ ഖവാരിജികൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് നീക്കി. അലി അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ ആരാണ്? അമീറുൽ കാഫിരീൻ. അപ്പോൾ അലി കാഫിറാണ്. ഇതാണ് വാദം. കാരണം സഹാബാക്കളുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അപ്പം സ്ഥാനപ്പേരെന്തായിരുന്നു? ഖലീഫത്തു റസൂലില്ലാഹ്. അബൂബക്കർ സിദ്ദീഖിന്റെ വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അപ്പോൾ ആദ്യമൊക്കെ ഖലീഫത്തി റസൂലില്ലാഹ് എന്നാണ് വിളിച്ചത്. പിന്നെ അത് ഒരു പ്രയാസമായി തോന്നിയപ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരുണ്ടാക്കി. അങ്ങനെ ആദ്യമായിട്ട് ഉമർ ബിൻ ഖത്താബാണ് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ എന്ന സ്ഥാനപ്പേരുണ്ടാക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ആ പേര് നീക്കി, അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് നീക്കി. അപ്പൊ അലി അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നാരാണ്? അമീറുൽ കാഫിരീൻ. അപ്പൊ ഇബ്നു അബ്ബാസ് തിരിച്ചു ചോദിച്ചു, ഹുദൈബിയ സന്ധി, സുഹൈൽ ബിൻ അംറാണ് അപ്പം എഴുതാൻ വന്നത്. ഖതീബ് ഖുറൈശിലുള്ള ഖതീബാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറഞ്ഞു, മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്. സുഹൈൽ പറഞ്ഞു, നീ മുഹമ്മദ് റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, നീ റസൂലാണെന്ന് അംഗീകരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ എഴുതാൻ വന്നത്, മാറ്റാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉംഹു യാ അലി, ആ എഴുതിയത് മായ്ക്ക്, എഴുതി മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. റസൂലില്ലാഹ് എന്ന ഏറ്റവും വലിയ സ്ഥാനം, റിസാലത്ത് എന്ന സ്ഥാനം മാറ്റിയിട്ട് റസൂൽ എന്ത് ചെയ്തു? മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് എന്ന് എഴുതി. അതുകൊണ്ട് റസൂൽ അല്ലാതായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഖവാരിജങ്ങൾക്ക് മറുപടിയില്ല, അംഗീകരിച്ചു. 2000 ആൾക്കാർ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ബാക്കി 4000 ആൾക്കാർ അവിടെ തന്നെ ഉറച്ചു വന്നു. അവർ അലി റളിയല്ലാഹു കൊന്നു. അതാണ് ഖവാരിജികൾ, ബിദഅഹികൾ. അവർ ഇൽമ് സ്വീകരിക്കേണ്ടിരുന്നതല്ല ഇൽമ് സ്വീകരിച്ചത്. നമ്മുടെ മനഹജ് എന്താണ്? ഖുർആനും ഹദീസുമാണ് നമ്മുടെ ദലീൽ. അത് സ്വീകരിക്കേണ്ടത് സഹാബാക്കളിലൂടെ. സഹാബാക്കൾക്കറിയാത്തൊരു ദീന് അത് ഖിയാമത്ത് നാളൊരു ദീനല്ല. സഹാബാക്കൾക്കറിയാത്തൊരർത്ഥം അത് ഖിയാമത്ത് നാൾ വരെ ഖുർആന്റെ അർത്ഥമായിട്ട് പരിഗണിക്കൂല. അതാണ് നമ്മുടെ ദീൻ. സഹാബാക്കൾക്കെതിരെ ആയത്തുകൾ ഓതി അത് ഖവാരിജികൾ. സഹാബാക്കൾക്ക് ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, വഹും അഅലമു മിൻകും ബിതഅ്വീലിഹി. സഹാബാക്കളാണ് നിങ്ങളെക്കാൾ ഖുർആന്റെ അർത്ഥം അറിയുന്നവർ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സഹാബാക്കളിലൂടെയാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞതാണ്, ഹുദ എന്തെന്ന്, ഹിദായത്ത് എന്തെന്ന് വ്യക്തമായതിനു ശേഷം അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ധിക്കാരം കാണിക്കുകയും മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ അവരാരാണ്? നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്നിടത്തേക്ക് വിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം നരകത്തിലിട്ട് നാം കരിക്കുകയും ചെയ്യും. അപ്പോൾ മുഅ്മിനീങ്ങളുടെ മാർഗം ഏതാണ്? മൻഹജു സലഫ്, സഹാബാക്കളുടെ മാർഗം. അപ്പോൾ ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ. സഹാബാക്കൾ മനസ്സിലാകാത്ത രീതിയിൽ ഖുർആനും ഹദീസും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ദലാലത്താണ്, ബിദ്അത്താണ്. അതൊരിക്കലും ഹഖാവൂല, അതൊരിക്കലും ദീനുമാകൂല. മുഅ്തസിലകൾ ബുദ്ധിയിലാണ് കളിക്കുക. അവർ ഖുർആന്റെ ആയത്തോതും അർത്ഥം അവരുടെ വക. എല്ലാ ബിദ്അകളും അവരെല്ലാവരും പറയുന്നത് ഖുർആന്റെ ആയത്തല്ലേ. നമ്മൾ സാധാരണക്കാർ പറയും എല്ലാ ആൾക്കാരും ഖുർആന്റെ ആയത്താണ് ഓതുന്നത്, ഹദീസാണ് പറയുന്നത്. നമ്മളെങ്ങനെ ഹക്ക് മനസ്സിലാക്കുക? നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത്? ഏതാ സ്വീകരിക്കേണ്ടത്? ഖുർആനും ആയത്തും ഓതി അത് സഹാബാക്കൾ പറഞ്ഞതുപോലെ, സഹാബാക്കൾ അമൽ ചെയ്തതുപോലെ, സഹാബാക്കൾ വിശദീകരിച്ചതുപോലെ ആരാണോ പറയുന്നത് അവരെയാണ് സ്വീകരിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യാൻ ഖുർആൻ ആയത്തോതും. വലോ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഖുർആൻ ആയത്ത് എന്തിന്? തെളിവെന്താ? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ, ഇസ്തിഗാസ ചെയ്യാം. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ? ഈ ആയത്തനുസരിച്ച് ഏത് സഹാബിയാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്തത്? ഖിയാമത്ത് നാൾ വരെ എന്തില്ല, കിട്ടൂല. സിഹറിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. സിഹറിനെ നിഷേധിക്കാൻ ഏതാ ആയത്തോതുക? സിഹറിന്റെ ഹഖീഖത്ത്, സിഹർ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഏതാ ആയത്തോതുക? ഖുർആന്റെ ആയത്തോതുക. ലോകത്ത് ഇന്നേ വരെ അവർ ഓതുന്ന ആയത്തോതിട്ട് ഒരു സഹാബിയും സിഹർ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒരു സലഫും സിഹർ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറഞ്ഞതാരാണ്?
സമഖ്ശരി കശാഫിലാണ്, തഫ്സീർ കശാഫ് സമഖ്ശരിയുടെ. സമഖ്ശരി ആരാ? റഈസുൽ മുഅ്തസില, മുഅ്തസിലാക്കളുടെ നേതാവാണ്. അതുകൊണ്ട് അതെന്തല്ല, ദീനല്ല. അങ്ങനെ എന്തും ഖുർആനും ഹദീസും ഓതി പറയുമ്പോൾ അത് സഹാബാക്കൾ പറഞ്ഞതുപോലെ ആയിരിക്കണം, എന്നാലേ അതെന്താവുള്ളൂ, ദീനാവുള്ളൂ. അതല്ലാത്തതൊക്കെ ബിദ്അത്താണ്, ദലാലത്താണ്, വഴികേടാണ്. അത് ഇസ്ലാമല്ല, അത് ദീനല്ല. ഇദ്ദേഹം തൈസലത്ത് ബിൻ മയ്യാസ് ഖവാരിജികളുടെ കൂടെ കുറേ താമസിച്ചു. ആ സഹവാസം എന്താക്കി, ഇദ്ദേഹത്തിന് അവരുടെ കുറേ ചിന്തകൾ ഇട്ട് കൊടുത്തു. എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ എപ്പോഴും മൻഹജ് സലഫ് അംഗീകരിച്ച ആളുടെ കൂടെ കൂടാൻ പാടുള്ളൂ. സലഫിയത്ത് എന്താണെന്ന് അറിഞ്ഞ ആൾക്കാരുടെ കൂടെ കൂടാൻ പാടുള്ളൂ. മറ്റു ബിദഅയുടെ കൂടെ കൂടാൻ പാടില്ല. കാരണം അതൊരു തഅസ്സുർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവരുടെ രീതികൾ, അവരുടെ സംസാരം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തഅസ്സുർ ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇദ്ദേഹത്തിന് സംശയം തീർക്കണം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു. ലാ അറാഹ ഇല്ലാ മിനൽ കബായിർ, ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് വൻപാപങ്ങളായിട്ടാണ്. ഫദകർതു ദാലിക ലിബ്ൻ ഉമർ, അത് ഞാൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഖാല മാ ഹിയ, അപ്പോൾ ഉമർ ചോദിച്ചു, ആ തെറ്റുകൾ എന്തൊക്കെയാണ്? ഖുൽതു കദ വകദ, ഞാൻ പറഞ്ഞു ഇന്നിന്ന തെറ്റുകളാണ്. അത് പറയാതിരിക്കുക, സ്വന്തം സംഭവിച്ചൊരു തെറ്റ് പറയാതിരിക്കലാണ് ചെയ്യേണ്ടത്. മുജാഹറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപികൾക്കും മാപ്പാക്കി കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, തെറ്റുകൾ വിളിച്ചു പറയുന്ന ആൾക്കാർ. അപ്പം സഹാബാക്കൾ ചോദിച്ചു, മുജാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ രാത്രി തെറ്റ് ചെയ്യും, ഹറാമ് ചെയ്യും, അത് പിറ്റേന്ന് രാവിലെ ജനമധ്യത്തിൽ പരസ്യപ്പെടുത്തും, അവർക്ക് അല്ലാഹു മാപ്പാക്കി കൊടുക്കൂല. അപ്പോൾ തെറ്റുകൾ രഹസ്യാക്കി തന്നെ വേണ്ടത്. അവിടെയാണ് കഥ വക്കഥ, ഇന്നിന്ന തെറ്റ് എന്ന് പറഞ്ഞത്. ഖാല, അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസത് ഹാദിഹി മിനൽ കബായിർ, ഇതെന്തല്ല, ഈ പറഞ്ഞതൊന്നും വൻപാപങ്ങളല്ല, കബായിറുകളല്ല. ഹുന്ന തിസ്ഉൻ, വൻപാപങ്ങൾ എന്താണ്? തിസ്ഉൻ, 9 എണ്ണാണ്. ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹി, ഷിർക്ക്, അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഷിർക്ക് വൻപാപാണ്. വഖത്ലു നസമത്തിൻ, അത് ഖത്ലു നഫ്സ്, ഒരു സ്വത്തും രക്തവും അതൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരാളെ കൊല്ലുക, കൊലപാതകം. വൽ ഫിറാറു മിന സഹ്ഫി, യുദ്ധത്തിൻ്റെ മേഖലയിൽ നിന്നും പിന്തിരിഞ്ഞോടുക, യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞോടുക. വഖദ്ഫുൽ മുഹ്സനതി, മുഹ്സനത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ചാരിത്രമുള്ള സ്ത്രീ, മറ്റുള്ള ഹറാമുകളിൽ നിന്നൊക്കെ മാറി സുരക്ഷിതയായി ജീവിക്കുന്ന സ്ത്രീ. 2 വിവാഹം കഴിച്ചവൾ. 2 അർത്ഥമാണ്, 2 അർത്ഥം ഇവിടെ പറ്റും. ചാരിത്രമുള്ള സ്ത്രീകളെ ആരോപണം പറയുക, വ്യഭിചാര ആരോപണം നടത്തുക, അത് കബായിറത്താണ്. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ, അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പാപമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്സാപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റൊരാളുടെ വിഷയത്തിൽ സംസാരിക്കുന്ന ഈ ടോക്കുകൾ, അതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അതിൽ എത്ര ഹക്കുണ്ട്, എത്ര ബാത്തിലുണ്ടെങ്കിലും, ഹക്കാണെങ്കിലും ചെയ്യരുത്. മറ്റുള്ള അഭിമാനത്തിന് വിലയുണ്ട്. അതാണ് വഖദ്ഫുൽ മുഹ്സനതി വഅക്ലു റിബ, പലിശ തിന്നൽ. വഅക്ലു മാലിൽ യതീം, യതീമിങ്ങളുടെ സമ്പത്ത് അപഹരിക്കൽ. വഇൽഹാദുൻ ഫിൽ മസ്ജിദി വല്ലദി യസ്തസ്ഖിറു, ഇൽഹാദുൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒച്ചപ്പാടും ബഹളുണ്ടാക്കുക, പള്ളിയിൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക, കബായിറാണ് പള്ളിയിൽ ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളത്. വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, അതാണ് നമ്മുടെ ബാബുമായിട്ടുള്ള ബന്ധം, ഹദീസിൻ്റെ ആ ഭാഗം. വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മക്കളുടെ അനുസരണക്കേട് കാരണം, ധിക്കാരം കാരണം മാതാപിതാക്കൾ കരയുക എന്നുള്ളത്. ആ മക്കൾ ചെയ്യുന്നത് കബീറത്താണ്, കബായിറാണ്. തൗബയില്ലാതെ അത് മാപ്പാക്കപ്പെടൂല. കബായിറിൻ്റെ പ്രത്യേകത, തൗബയില്ലാതെ അത് മാപ്പാക്കപ്പെടൂല.
നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തികൾ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കബായിറത്താണ്. അള്ളാഹുവോട് തൗബ ചെയ്താലല്ലാതെ അത് മാപ്പാക്കപ്പെടൂല. ഖാല ലി ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറയാണ്, നീ നരകത്തെ പേടിക്കുന്നുണ്ടോ? സ്വർഗപ്രവേശനം ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഈ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഞാനത് ഇഷ്ടപ്പെടുന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ചോദിച്ചു, അഹയ്യുൻ വാലിദാക? ഖുൽതു ഇൻദി ഉമ്മി, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഖാല ഫവല്ലാഹി ലൗ അലൻത ലഹൽ കലാം, നീ ആ ഉമ്മാനോട് മൃദുലമായി സംസാരിച്ചാൽ, അലൻത ലഹൽ കലാം, മൃദുലമായി സംസാരിക്കുക, ശബ്ദം താഴ്ത്തി സംസാരിക്കുക, സന്തോഷിക്കുന്ന സമാധാനിക്കുന്ന വാക്കുകൾ സംസാരിക്കുക, ഇതൊക്കെ ആ വാക്കിനടിയിൽ താഴെ വരുന്ന വാക്കുകൾ, കാര്യങ്ങളാണ്. ഈ രീതിയിൽ നീ ഉമ്മാനോട് പെരുമാറിയാൽ, ഉമ്മാനെ നീ നല്ല രീതിയിൽ ഭക്ഷിപ്പിച്ചാൽ, വൻപാപങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കും. അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു അമലാണ് മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളത്. സംസാരത്തിൽ അവർ വേദനിപ്പിക്കുന്ന സംസാരം ഉണ്ടാകാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്ന സംസാരം ഉണ്ടാകാൻ പാടില്ല, അവർക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകുന്ന സംസാരം ഉണ്ടാകുന്ന വാക്കുകൾ ഉപയോഗിക്കണം. സംസാരം ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്. ഇതാണ് നമ്മുടെ ഹദീസും ബാബുമായിട്ടുള്ള ബന്ധം. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن النبي صلى الله عليه وسلم قال لا يجزي ولد والده إلا أن يجده مملوكا فيشتريه فيعتقه. لا يجزي ولد والده, ഒരു മക്കളും മാതാപിതാക്കൾക്ക് തിരിച്ചു നന്മ ചെയ്തിട്ടില്ല. അവർ ചെയ്ത ത്യാഗം, അവർ ചെയ്ത ഇഹ്സാൻ, കരുണ, അതിന് പകരം ചെയ്യുക എന്നുള്ളത് അതൊരാളെ കൊണ്ടും സാധ്യമല്ല. ഇല്ല അൻ യജിദഹു മംലൂകൻ ഫയശ്തരിയഹു ഫയഅതിഖഹു, ഇവൻ അവൻ്റെ ഉമ്മയെ അടിമയായി കാണപ്പെടുകയും പൈസ കൊടുത്തത് വാങ്ങുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്താലല്ലാതെ ഒരു ഉമ്മാനോടും തിരിച്ചൊരു മകനും തിരിച്ചു നന്മ ചെയ്യാൻ കഴിയില്ല. അത്രയും നന്മ മാനവാക്കുന്നുണ്ട്. അതൊരിക്കലും തിരിച്ചു ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഏതവസ്ഥയിലല്ലാതെ അടിമയായി കാണപ്പെടുകയും വാങ്ങി മോചിപ്പിക്കുകയും ചെയ്താലല്ലാതെ ഒരിക്കലും ഒരാൾക്കും തിരിച്ചു ചെയ്യാൻ കഴിയില്ല. അടുത്തൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. قال سمعت أبي يحدث أنه شهد ابن عمر, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബൂ ബുർദ അദ്ദേഹം പറയാണ്, എൻ്റെ ഉപ്പ അഥവാ അബൂ മൂസ അശ്അരി ഉദ്ധരിക്കുന്ന ഞാൻ കേട്ടു, അദ്ദേഹം ഷഹിദ ഇബ്ന ഉമർ, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ അടുക്കലുണ്ടായിരുന്നു. ആ സമയത്ത് വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്ത്, ഒരു യമാനി അദ്ദേഹം കഅബ തവാഫ് ചെയ്യാൻ, ഹമല ഉമ്മഹു വറാഅ ളഹ്രി, തൻ്റെ ഉമ്മാനെ മുതുകത്തിരുത്തിയിട്ട് അദ്ദേഹം തവാഫ് ചെയ്യാൻ. ആ തവാഫിനിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയുടെ വാഹനമാണ് ഞാൻ, എൻ്റെ ഉമ്മ ഇതിനെ അഴിച്ചു വിട്ടാലും ഇതെവിടെയും പോകില്ല. അത് അത്രയും താഴ്ന്നു കൊടുത്തു, ഉമ്മാൻ അത്രയും അദ്ദേഹം ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, യബ്ന ഉമർ അതുറാനി ജസൈതുഹ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഞാൻ ഈ ചെയ്തു, തവാഫ് ചെയ്തു, എൻ്റെ ഉമ്മാനെ മുതുകത്തിരുത്തി ഞാൻ തവാഫ് ചെയ്തു, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലാഹു പറഞ്ഞു, ലാ വലാ ബിസഫറത്തിൻ വാഹിദത്തിൻ, ഉമ്മാരെ ഒരു നിശ്വാസത്തിന് തുല്യമായിട്ട് നീ വീട്ടിയിട്ടില്ല, അത്രയായിട്ടില്ല. പ്രസവത്തിൻ്റെ സമയത്ത് ആ വേദന സഹിക്കാതാകുമ്പോൾ നമ്മൾ നീട്ടി ശ്വാസം വലിക്കുമല്ലോ, അതാണ് സഫറത്ത്. അതിന് തുല്യമായിട്ട് പോലും നീ എന്ത് ചെയ്തിട്ടില്ല? പകരം ചെയ്തിട്ടില്ല. നമ്മൾ അതും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
നഷ്ടപ്പെടുന്നതിന് മുമ്പ് ചെയ്യുക. നഷ്ടപ്പെട്ടാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ട് പോലും തവാഫ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, വലിയ പ്രയാസമാണ് തവാഫ് എന്നൊക്കെ. ആ ഉമ്മാനെ മുതുകത്തിരുത്തി ചെയ്തിട്ടും ഒരു നിശ്വാസത്തിന് തുല്യമായിട്ട് പോലും നീ പകരം ചെയ്തിട്ടില്ല എന്ന് അബ്ദുല്ലാഹി മുറല്ലാന്ന് പറഞ്ഞു. അത് തവാഫിനിടയിലാണ് സംസാരം നടക്കുന്നത്, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ثم طاف ابن عمر فأتى المقام فصلى ركعتين. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ആ തവാഫ് പൂർത്തീകരിച്ച് എന്നിട്ട് മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, യബ്ന അബി മൂസ ഇന്ന കുല്ല റക്അതൈനി തുകഫിറാനി മാ അമാമഹുമാ. ഈ 2 റക്അത്ത് നിസ്കാരം, തവാഫിന് ശേഷമുള്ള ഈ 2 റക്അത്ത് നിസ്കാരം അതിൻ്റെ മുമ്പുണ്ടായിരുന്ന എല്ലാ ചെറുപാപങ്ങളും മാപ്പാക്കപ്പെടാൻ കാരണമാകുന്ന നിസ്കാരമാണ്. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം. ഇവിടെ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ്? ഒരാൾക്കും ഉമ്മാക്ക് പകരം ചെയ്തു തീർക്കാൻ കഴിയില്ല. കഴിവിൻ്റെ പരമാവധി ചെയ്യുക. ഒരിക്കലും ഉമ്മ ചെയ്തതിന് എന്തില്ല പകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. അടുത്തൊരു സംഭവം ഉദ്ധരിക്കണം. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന അബാ ഹുറൈറത കാന യസ്തഖ്ലിഫുഹു മർവാൻ വകാന യകൂനു ബിദിൽ ഹുലൈഫ ഫകാനത് ഉമ്മുഹു ഫീ ബൈത്തിൻ വഹുവ ഫീ ആഖർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ മർവാനുണ്ട്. ദുൽഹുലൈഫയിലാണുള്ളത്. ദുൽഹുലൈഫ അറിയാലോ, മീഖാത്താണ്, അവിടെയാണുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അബൂ ഹുറൈറയുടെ കൂടെ സഞ്ചരിക്കാണ് മർവാൻ. അബൂ ഹുറൈറയുടെ ഉമ്മ അവിടെയാണ് താമസിക്കുന്നത്, വേറെ വീട്ടിലാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവ പറയാണ്, ഫഇദാ അറാദ അൻ യഖ്റുജ വഖഫ അലാ ബാബിഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ അടുത്തുള്ള ഉമ്മയുടെ വാതിൻ്റെ അടുക്കൽ നിൽക്കും, വീട്ടിൻ്റെ വാതിൻ്റെ അടുക്കൽ നിൽക്കും. എന്നിട്ട് പറയും, അസ്സലാമു അലൈകി യാ ഉമ്മത വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മാനോട് പുറത്തുനിന്ന് ഒച്ചത്തിൽ സലാം പറയും, സലാം പൂർണ്ണമായിട്ട് പറയും. ഫതഖൂലു വഅലൈക അസ്സലാം യാ ബുനയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മന്തെയും തിരിച്ച് സലാം അടക്കും. എന്നിട്ട് പറയും, റഹിമകില്ലാഹു കമാ റബ്ബൈതനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ച ദുആ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഫതഖൂൽ, അപ്പോൾ ഉമ്മ പറയും, റഹിമകല്ലാഹു കമാ ബരിർതനി കബീറ. ഈ വലിയ പ്രായത്തിൽ എനിക്ക് നീ നന്മ ചെയ്യുന്നത് പോലെ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഉമ്മ തിരിച്ചും ദുആ ചെയ്യും. ثم إذا أراد أن يدخل صنع مثله. പിന്നെ തിരിച്ചു വരുമ്പോഴും അബൂ ഹുറൈറ ഇതേപോലെ ചെയ്യും. ഇതാണ് ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹിജ്റ 7-ാം വർഷമാണ് മുസ്ലിം ആകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11. അത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ആ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്തു? സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബിയായിട്ട് മാറി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുശ്രിക്കത്തായിരുന്നു. എപ്പോഴും ദഅവത്ത് നടത്തും, എപ്പോഴും ദീനിലേക്ക് ക്ഷണിക്കും, റസൂലിനെ സംബന്ധിച്ച് പറയും, ഒന്നും അംഗീകരിക്കൂല. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മയെ ദഅവത്ത് ചെയ്തു, ദീനിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഉമ്മ റസൂലിനെ ചീത്ത വിളിച്ചു. അത് അബൂ ഹുറൈറക്ക് വല്ലാതെ വേദന ഉണ്ടാക്കി. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നു. പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ എനിക്കിഷ്ടമില്ലാത്തൊരു വാക്ക് താങ്കളെ സംബന്ധിച്ച് പറഞ്ഞു, ദുആ ചെയ്യണം, എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബി ഹുറൈറ. അബൂ ഹുറൈറയുടെ ഉമ്മക്ക് അള്ളാഹു നീ ഹിദായത്ത് നൽകണേ. റസൂലിൻ്റെ ഈ ദുആ കേട്ടപ്പോൾ അബൂ ഹുറൈറക്ക് വലിയ സന്തോഷമായി. കാരണം ഒന്നാമത്തെ റസൂലാണ് ദുആ ചെയ്തത്, പേരെടുത്ത് ദുആ ചെയ്തു. വീട്ടിലേക്ക് ഓടി, സന്തോഷം ഉമ്മാനെ അറിയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഓടി വാതിന് മുട്ടി. അബൂ ഹുറൈറ പറയാണ്, എൻ്റെ ഉമ്മ പറഞ്ഞു അവിടെ നിൽക്ക്, ഞാൻ വെള്ളം ഇങ്ങനെ വീണ് ഒച്ചേക്കുന്നുണ്ട്. ഉമ്മ കുളിക്കുകയായിരുന്നു, എന്നോട് നിൽക്കാൻ പറഞ്ഞു. കുളിച്ച് കഴിഞ്ഞ് വസ്ത്രം മാറി ഉമ്മ പുറത്തേക്ക് വന്നു.
വന്നിട്ട് എന്നോട് നേരെ പറഞ്ഞത് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. ബകൈതു മിൻ ഫറഹി. അബൂഹുറൈറ പറയാണ്, റസൂലിൻ്റെ ദുആ കഴിഞ്ഞു, വീട്ടിലെത്തുമ്പോഴേക്കും ഉമ്മ ഷഹാദത്തല്ലി. ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. തിരിച്ച് അതേപോലെ റസൂലിൻ്റെ അടുത്തേക്ക് ഓടി, ഈ സന്തോഷം റസൂലിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റസൂലിനോട് പറഞ്ഞു, അല്ലാഹു റസൂലെ, അള്ളാഹു താങ്കളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചു, എൻ്റെ ഉമ്മ ഷഹാദത്ത് ചൊല്ലി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹമിദല്ലാഹ, അള്ളാഹുവിനെ സ്തുതിച്ചു, വ അത്ന അലൈഹി, അള്ളാഹുവിനെ പുകഴ്ത്തി. എന്നിട്ട് അബൂ ഹുറൈറ പറഞ്ഞു, അവിടെ നിർത്തിയില്ല, ദുആന്റെ ഉത്തരം കിട്ടിയല്ലോ, ആ സമയത്തന്നെ കിട്ടിയല്ലോ. വീണ്ടും പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. പല റിവായത്തുകൾ, ഒന്ന് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം, മറ്റൊന്ന് ഉദ്ഉല്ലാഹ അൻ യുഹബ്ബിബനി അന വ ഉമ്മി ഇലാ ഇബാദിഹി അൽ മുഅ്മിനീൻ, എന്നെയും എൻ്റെ ഉമ്മാനെയും മുഅ്മിനീങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കാൻ ദുആ ചെയ്യണം. അതേപോലെ തന്നെ വ അൻ യുഹിബ്ബഹും, മുഅ്മിനീങ്ങൾക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ ഉമ്മാരുടെ മനസ്സിൽ മുഅ്മിനീങ്ങളോട് ഇഷ്ടമുണ്ടാകാനും ദുആ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അബൂ ഹുറൈറ പറയാം, എന്നെയും എൻ്റെ ഉമ്മാനെയും ആരൊക്കെ മുഅ്മിനായിട്ട് കേട്ടോ അവർക്ക് മനസ്സിൽ എന്നോട് ഇഷ്ടം തോന്നും. അത് ഈമാൻ്റെ ഭാഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദുആ ആണ്. തിരിച്ച് അബൂ ഹുറൈറയും ഉമ്മയും മുഅ്മിനീങ്ങളെയും സ്നേഹിക്കും, അവരെ കാണാൻ ആഗ്രഹിക്കും, അവരെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. അത് ഈമാൻ്റെ ഭാഗമാണ്, ആ ദുആ ആണ്. അതാണ് ഉമ്മ. അത് കഴിഞ്ഞ് മുസ്ലിം ആയതിനു ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ രീതിയിൽ ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തു. അതാണ് പറഞ്ഞത്, ദൂരത്ത് നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ എന്ത് ചെയ്യും, ഉച്ചത്തിൽ സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, മുഴുവൻ സലാമും പറയും. നമ്മുടെ ഇന്നത്തെ മക്കൾ സലാം തന്നെ പറയില്ല, നമ്മൾ പറയാറുണ്ടോ? നമ്മൾ ഉമ്മയുടെ സലാം പറയാം, വീട്ടിൽ കയറുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലേ? വേറെ കൂടി ചങ്ങന്മാരെ കണ്ടാലോ, ഒരു കൈ കൊടുക്കൽ, ഒരു കെട്ടിപ്പിടിക്കൽ, പിന്നെ സലാം മുഴുവനായിട്ടും. ഈ ഹദീസ് പറഞ്ഞ ഷെയ്ഖ് പറയാണ്, അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ, അദ്ദേഹം പറയാണ്, ഉമ്മാനോടാണ് പൂർണ്ണമായ സലാം പറയാൻ അഹക്ക്. ആരാണ്? ഉമ്മയാണ്. ഉമ്മാനോടാണ് ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ടും സലാം പറയേണ്ടത്. ആ ഹക്ക് നമ്മൾ ഒഴിവാക്കി. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ അസ്സലാമു അലൈക്കും മുഖത്തന്നെ നോക്കൂല, കൈപിടിച്ച് മുസാഫഹ ചെയ്ത് പൂർണ്ണമായിട്ടും സലാം പറഞ്ഞ്, അത് ഉമ്മാക്ക് എത്ര സന്തോഷം ഉണ്ടാക്കും. പ്രത്യേകം എടുത്തു പറയാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു പറയണം. അങ്ങനെ ആയിരിക്കണം ഉമ്മാനോടുള്ളത്. അതൊക്കെ എന്താണ്? ബിർറുൽ വാലിദൈനിൽപ്പെട്ടതാണ്. ആ രീതിയിൽ ഉമ്മാനോട് സലാം പറയണം, മുഴുവനായിട്ട് സലാം പറയണം. ദുആ അല്ലേ, നമ്മൾ ഉമ്മാക്കൊണ്ടുള്ള ദുആ അല്ലേ അത്? കൈപിടിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. നമ്മൾ ഉമ്മാനോടൊന്നുമില്ല, പുറത്തുള്ള ആൾക്കാരുടെ വലിയ സലാം പറയലും അല്ലെങ്കിൽ ലോഹ്യം പറയലും വിവരങ്ങൾ അന്വേഷിക്കലും അതാകരുത്. നമ്മൾ ഉമ്മാനോടാണ് ഏറ്റവും അഹക്ക്. അടുത്തൊരു ഹദീസ്, അതെപ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും. ഇനി വേറൊരു ഹദീസ് വരുന്നുണ്ട്, അബൂ ഹുറൈറ ഇങ്ങനെ യാത്ര ചെയ്ത് ആ സ്ഥലത്ത് എത്തിയാൽ ഒച്ചത്തിൽ അവിടുന്ന് സലാം പറയാം. ഉമ്മാനെ കാണാനുള്ള ആഗ്രഹത്താൽ ഒച്ചത്തിൽ സലാം പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ച് ഉമ്മ ഒച്ചത്തിൽ സലാം മടക്കും. അതായിരുന്നു സ്നേഹം, ബിർറ്. അടുത്ത ഹദീസ്, عن عبد الله بن عمرو رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم يبايعه على الهجرة وترك أبويه يبكيان. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിഹാദിന് വേണ്ടി ബൈഅത്ത് ചെയ്യാൻ വന്നു. ജിഹാദിന് വേണ്ടി പുറപ്പെട്ട് അല്ലാഹുവിൻ്റെ റസൂൽ അടുക്കലേക്ക് വന്നു. വതറക അബവൈഹി യബ്കിയാൻ. ആ വ്യക്തി റസൂലിൻ്റെ അടുക്കലേക്ക് ജിഹാദിന് വേണ്ടി വരുന്ന സമയത്ത് മാതാപിതാക്കൾ രണ്ടാൾക്കാരും കരയുകയായിരുന്നു. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ വന്ന വ്യക്തിയോട്, ഇർജി ഇലൈഹിമ, നീ നിന്റെ മാതാപിതാക്കളിലേക്ക് തിരിച്ചു പോകണം. വഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, നീ അവരെ കരയിപ്പിച്ചതുപോലെ നീ അവരെ ചിരിപ്പിക്കണം. വേറെ റിവായത്തിൽ ഫജാഹിദ് ഫീഹിമ, അവർ രണ്ടാൾക്കാരിലുമാണ് നിന്റെ ജിഹാദ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബി വന്നിടത്തേക്കാണ്, ജിഹാദിനാണ്. നമ്മൾ ആദ്യം ഹദീത്ത് പഠിച്ചു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സലാത്ത് ബിർറുൽ വാലിദൈൻ തുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അത്രയും സ്ഥാനമുള്ള അമലിലേക്കാണ് ആ സഹാബി വന്നത്.
ഉമ്മയും കരണ്ടതിൻ്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയച്ചു. ഈ ഹദീത്താണ് തെളിവ്. ജിഹാദിന് പുറപ്പെടാൻ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അനുവാദം വേണം എന്നുള്ളത്. അനുവാദം ഇല്ലെങ്കിൽ ജിഹാദിന് പുറപ്പെടാൻ പറ്റൂല. ഈ ഹദീത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വാക്കുകളെ നാം ശ്രദ്ധിക്കണം, മുഖവിലേക്ക് എടുക്കണം. ഒന്ന് ജോലി, നമുക്കിഷ്ടപ്പെട്ട ജോലിയായിരിക്കും, പക്ഷെ ഉമ്മാക്ക് ചിലപ്പോൾ തൃപ്തി ഉണ്ടാവില്ല, വാപ്പാക്ക് തൃപ്തി ഉണ്ടാവില്ല. അവരുടെ വാക്കുകളെ മാനിക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് വന്ന സഹാബിയാണ് തിരിച്ചയച്ചത്. വിവാഹത്തിൻ്റെ സമയം ഉമ്മാനും മാനിക്കണം. നമ്മൾ ഏത് തീരുമാനമെടുക്കുമ്പോഴും എവിടെ യാത്ര ചെയ്യുമ്പോഴും ഉമ്മാനും മാനിക്കണം. അതൊന്നും ഇന്നില്ല, നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് അതില്ലാതായിപ്പോയി. വയസ്സായ പിന്നെ ഉമ്മ സൈഡായി. പിന്നെ രാജാക്കന്മാരുടെ മക്കളാണ്. മക്കൾ പറയുന്നിടത്ത് ഉമ്മ നിൽക്കും, മക്കൾ പറയുന്നിടത്ത് വാപ്പ നിൽക്കും. മക്കൾ തീരുമാനിച്ച ഉമ്മാനെ അറിയിക്കണം, ഇന്ന് നമ്മൾ പോകുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ അനിയൻ്റെ വീട്ടിലേക്ക് താമസം മാറണം. എന്ത് അധികാരമുള്ളത് നമുക്ക് പറയാം? ഇല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ രീതി അങ്ങനെ ആയിപ്പോയി അല്ലേ. ഇപ്പം ഒരാളുടെ വീട്ടിൽ ഉമ്മ താമസിക്കുന്നുണ്ട്, യാത്ര തീരുമാനിച്ചു, ഇവനും ഭാര്യയും മക്കളൊക്കെ യാത്ര തീരുമാനിച്ചു, ഉമ്മാനെ അറിയിക്കും, നമ്മൾ നാളെ പോകുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യണം, ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അനിയത്തിൻ്റെ വീട്ടിലേക്കോ മാറണം. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക്. പക്ഷെ ഹദീസിലോ നേരെ എതിരാണ് പഠിപ്പിക്കുന്നത്. ജിഹാദിന് വന്ന സഹാബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ച് ഉമ്മാനെയും ഉപ്പാനെയും സന്തോഷിപ്പിക്കാൻ പറയുന്ന ഒരു രംഗമാണ് ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം മാനിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അത് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നേരത്തെ പറഞ്ഞ അതേ ഹദീസാണ്. ഫഇദാ ദഖല അർളഹു സാഹ ബിഅഅലാ സൗതിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴന്നെ ഉച്ചത്തിൽ സലാം പറയും. ഉമ്മ അതേപോലെ തിരിച്ചൊച്ചത്തിൽ സഹാബിക്ക് സലാം അടക്കുകയും ചെയ്യും. ഇപ്പോൾ കുറേ ഹദീത്തുകൾ വായിച്ചു, മാതാപിതാക്കളോട് നന്മ ചെയ്യുവാൻ ബന്ധപ്പെട്ട ഹദീത്തുകൾ. ഇതൊക്കെ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്തിന്? അള്ളാഹുവിൻ്റെ റസൂലും കൽപ്പിച്ചതുകൊണ്ട്. അങ്ങനെ ആകുമ്പോഴേ സുന്നത്ത് ഹയാത്താവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും. അടുത്തത് ബാബു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കൽ. മാതാപിതാക്കളെ ധിക്കരിക്കൽ വൻപാവാണ്, കബായിറാണ്. ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിരി സലാസ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ് കേൾക്കുന്ന ആളെ ആകാംക്ഷയിലാക്കാൻ, അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ. അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഒരു കാര്യം. ഇപ്പോൾ സഹാബാക്കൾക്ക് പറയും ബല യാ റസൂലല്ലാഹ്, അതെ നമുക്ക് അറിയിച്ച. അത് റസൂലിൻ്റെ ശൈലിയായിരുന്നു, കേൾക്കുന്ന ആരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. റസൂൽ അങ്ങനെ ചോദിക്കണം, ഇങ്ങനെ റസൂൽ ചാരി ഇരിക്കായിരുന്നു. അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, സഹാബാക്കളെ നിങ്ങൾക്ക് വൻപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ചോദിച്ചു. സലാസൻ, 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു അല്ലാഹുവിൻ്റെ റസൂൽ, 3 പ്രാവശ്യം ആവർത്തിച്ചു. സഹാബാക്കൾ പറഞ്ഞു ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ അതെ നമുക്ക് അറിയിച്ചു തരണം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും റസൂലേക്ക് ശ്രദ്ധിച്ചു. 3 പ്രാവശ്യം ആവർത്തിക്കല്ലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത്തത് ശിർക്കാണ്. രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കൽ, അനുസരണക്കേട് കാണിക്കൽ, അവരെ വേദനിപ്പിക്കൽ, ഇതൊക്കെ ഉഖൂഖുൽ വാലിദൈൻ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, മാതാപിതാക്കളെ ധിക്കരിക്കൽ എങ്ങനെയാണ്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ഒരു വസ്ത്രം എടുത്തു, എന്നിട്ട് അതൊന്ന് കുടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ വസ്ത്രം കുടയുന്ന സമയത്ത് അതിൻ്റെ പൊടി നിന്റെ മാതാപിതാക്കളുടെ ദേഹത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഉഖൂഖുൽ വാലിദൈനാണ്. നമ്മളെ അവസ്ഥ എന്ന് വെച്ച് നോക്കിയേ, നമ്മൾ എത്ര തൗബയാണ് അല്ലാഹുവോട്. ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണത്. അവരെ പ്രയാസപ്പെടുന്ന ഒരു സംസാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഉഖൂഖുൽ വാലിദൈനാണ്. അത്രയും സൂക്ഷിച്ചു സഹാബാക്കൾ.
അല്ലാഹു സുബ്ഹാനഹു ആദ്യം അൽ ഇശ്റാഖു ബില്ലാഹ് ഷിർക്കാണ്. രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈൻ മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ആഴ്ച കുറേ ആയത്തുകൾ ഓതി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെയും അള്ളാഹിനോടുള്ള ഹക്കിനെയും അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത് മാതാപിതാക്കളുടെ ഹക്കാണ് അല്ലേ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന അല്ലാ തഅബുദു അല്ലാ തുശ്രികു ബി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഹക്ക് മാതാപിതാക്കളോടുള്ള ഹക്കാണ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചേർത്ത് പറയാണ് കബായിർ ഒന്നാമത്തത് ഷിർക്ക്, രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈൻ. വജലസ വകാന മുത്തഖിഅൻ അല്ലാഹുവിൻ്റെ റസൂല് ഇരുന്നിട്ടാണ് പറയുന്നത്, ചാരി ഇരുന്നിട്ടാണ് സഹാബാക്കൾ ഇത് സംസാരിക്കുന്നത്. അലാ വഖൗലു സൂർ മൂന്നാമത്തത് ഖൗലു സൂർ കളവ്. വമാ സാല യുകദ്ദിറുഹാ ഹത്താ ഖുൽതു ലൈതഹു സകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ ഇരുന്നെടുത്തുനിന്ന് ചാരി ഇരുന്നെടുത്തുനിന്ന് റസൂൽ മല്ലെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു അലാ വഖൗലു സൂർ. മറ്റൊരു റിവായത്തിൽ ഷഹാദത്തു സൂർ കള്ളസാക്ഷ്യവും കളവും. ഇത് രണ്ടും ഗൗരവമുള്ളതാണ്. റസൂൽ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹാബി പറയാണ് ലൈതഹു സകത റസൂൽ അത് നിർത്തിയാൽ മതി എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ രീതിയിൽ റസൂൽ ആവർത്തിച്ചു. കാരണം സഹാബാക്കൾ പണ്ഡിതന്മാർ പറയാണ് ഒന്നാമത്തത് ഷിർക്കാണ്, രണ്ടാമത്തെ ഉഖൂഖുൽ വാലിദൈൻ, മൂന്നാമത്തതാണ് കളവ് പറയലും കള്ളസാക്ഷ്യം നിൽക്കലും. ഈ മൂന്നാമത്തത് ആദ്യത്തെ രണ്ടിനേക്കാൾ ഉയർന്നതല്ല, അതിനേക്കാൾ പ്രശ്നം പിടിച്ചതല്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ച് പറഞ്ഞത് എന്തിനാണ്? അത് അധികമായിട്ടും മനുഷ്യരിൽ സംഭവിക്കുന്നതാണ്. കളവ് പറയൽ, അതുപോലെ തന്നെ ഷഹാദത്ത് സൂർ കള്ളസാക്ഷ്യം നിൽക്കൽ, ഇത് അധികമായിട്ടും മനുഷ്യരിൽ സംഭവിക്കുന്നതായത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ അത് ആവർത്തിച്ചത്. അടുത്തൊരു ഹദീത്ത് കതബ മുആവിയതു ഇലൽ മുഗീറ മുആവിയത്ത് നബി സുഫിയാൻ റളിയല്ലാഹു അൻഹു മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിലേക്ക് എഴുത്ത് കൊടുത്തേക്കാണ്. ഉക്തുബ് ഇലയ്യ ബിമാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്ത് നീ കേട്ട ഹദീത്ത് അതെനിക്കൊന്ന് എഴുതിത്ത. ഖാല വറാദുൻ ഫഅംലാ അലയ്യ വകതബ്തു ബിയദി. മുഗീറത്ത് ബിൻ ശുഅബയുടെ എഴുത്തുകാരനാണ് വറാദ്. വറാദ് പറയാണ് മുഗീറത്ത് ബിൻ ശുഅബ ഹദീത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാനത് കേട്ട് എഴുതിയെടുത്തു. അതിൽ പറയാണ് അന്നി സമിഅതുഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. യൻഹാ അൻ കസ്റത്തി സുആലി വഇളാഅത്തിൽ മാലി വഅൻ ഖീല വഖാല. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച, ഇഷ്ടപ്പെടാത്ത, മുഅ്മിനീങ്ങൾ ഉണ്ടാകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അല്ലാഹു വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന് കസ്റത്തു സുആൽ അധികരിച്ച ചോദ്യം. എപ്പോഴാണ് അധികരിച്ച ചോദ്യം ഉണ്ടാവുക? മറ്റൊരാളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലേ. മറ്റൊരാളെ സംബന്ധിച്ച് പറയുമ്പോൾ അധികരിച്ച ചോദ്യം പിന്നെന്തായി ഓനെന്താക്കി. സ്വന്തം തെറ്റാണെങ്കിലോ ചോദ്യം ഉണ്ടാവില്ല, കേട്ട മുണ്ടാണെങ്കിൽ പോകും. കസ്റത്തു സുആൽ അധികരിച്ച ചോദ്യം, മറ്റൊരാളുടെ രഹസ്യങ്ങൾ അറിയാനുള്ള മനുഷ്യൻ്റെ ആർത്തി, അത് തേടൽ, മനുഷ്യൻ്റെ മനസ്സ് തേടും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹി. നാവ് കൊണ്ട് ഇസ്ലാം പ്രഖ്യാപിച്ചവർ, ഈമാൻ പ്രഖ്യാപിച്ചവർ, അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ലാ തഗ്താബു അൽ മുസ്ലിമീൻ. നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയരുത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യം സംസാരിക്കുക, അതാണ് ഗീബത്ത്. നിങ്ങൾ ഈ ഗീബത്ത് പറയരുത്. നിങ്ങൾ വലാ തത്തബിഉ ഔറാത്തിഹിം, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ തെറ്റുകൾക്ക് പിറകെ, അവരുടെ രഹസ്യങ്ങൾക്ക് പിറകെ നിങ്ങൾ പോകരുത്. ഓരോരുത്തർക്കും രഹസ്യമുണ്ട്. ആ രഹസ്യത്തിന് പിറകെ അത് ചുക്കിച്ചുന്നെ അന്വേഷിച്ച് അതിൻ്റെ പിറകെ പോകരുത്. അങ്ങനെ ആരെങ്കിലും മുഅ്മിനീങ്ങളുടെ തെറ്റുകൾക്ക് പിറകെ പോയാൽ യത്തബിഇല്ലാഹു ഔറതഹു, ഇവൻ്റെ തെറ്റുകൾക്ക് പിറകെ അള്ളാഹു കൂടും, അള്ളാഹു പ്രത്യേകം എടുക്കും. ആരുടെയെങ്കിലും തെറ്റുകൾക്ക് പിറകെ അള്ളാഹു കൂടിയാൽ യഫ്ളഹുഹു വലൗ കാന ഫീ ബൈതി, അവനവൻ്റെ വീട്ടിലാണെങ്കിലും ശരി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഷളാക്കി കളയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ തെറ്റുകൾക്ക് പിറകെ കൂടരുത്, അവരുടെ രഹസ്യങ്ങൾക്ക് പിറകെ കൂടരുത്. അന്നഹ അൻ കസ്റത്തി സുആൽ, അധികരിച്ച ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നു. രണ്ടാമത്തേത് വഇളാഅത്തിൽ മാൽ,
സമ്പത്ത് ചെലവഴിക്കുന്നത്, അനാവശ്യമായി ചെലവഴിക്കുന്നത്. രണ്ടാമത്തത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് അനാവശ്യമായി പാഴാക്കരുത്. 3 വഅൻ ഖീല വഖാല, അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊക്കെ പറയൽ. ഈ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഉണ്ടാകുന്നതിന് വെറുക്കുന്നു, അല്ലാഹു ഇത് നിരോധിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൂടെ കൊണ്ടുവരാൻ കാരണം, ഈ ഹദീസിന്റെ വേറൊരു റിവായത്തിൽ എന്തുണ്ട്? വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കലും അല്ലാഹു നിങ്ങളിൽ ഉണ്ടാകുന്നതിനെ വെറുക്കുന്ന കാര്യമാണ്. ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്ന എന്താണ്? മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കൽ കബായിറാണ്, വൻപാപാണ്. തൗബയില്ലാതെ അത് മാപ്പാക്കപ്പെടുകയില്ല. അടുത്തൊരു ഹദീസ്, സുഇല അലിയുൻ റളിയല്ലാഹു അൻഹു ഹൽ ഖസ്സകുമുൻ നബിയ്യു ബിശൈഇൻ ലം യഖുസ്സ ബിഹി الناس കാഫത. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മറ്റ് ആൾക്കാർക്ക് ആർക്കും, മറ്റ് സഹാബാക്കൾക്കൊന്നും പറഞ്ഞെടുക്കാത്ത പ്രത്യേകമായ എന്ത് കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് പറഞ്ഞെന്നത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഖസ്സനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ലം യഖുസ്സ ബിഹി الناس. റസൂൽ പ്രത്യേകമായിട്ടൊന്നും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഷിയാക്കൾ ഉണ്ടാക്കിയ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കുറേ രഹസ്യങ്ങൾ, സറായിറുകൾ, അള്ളാഹുവിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെ പ്രത്യേകമായി അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അതാണ് ചോദ്യം വന്നത്. അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് എന്തുണ്ടായിരുന്നു? അലി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു ആക്കി വിഭാഗക്കാരുണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിനെ ഇലാഹാക്കിയ ആൾക്കാർ. അലി റളിയല്ലാഹു ഇത് കേട്ട് ദേഷ്യം പിടിച്ചു, അവരെ വിളിപ്പിച്ചു. എന്നിട്ട് അതിൽ ഒരു വിഭാഗത്തെ എന്ത് ചെയ്തു? തീയിട്ട് കത്തിച്ച് കൊന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് വീണ്ടും വിശ്വാസം. അവരെന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തീ കൊണ്ട് നിങ്ങൾ ആരെയും ശിക്ഷിക്കരുത്, അത് അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണ് തീ കൊണ്ട്. അപ്പം അലി തീ കൊണ്ടാണ് ശിക്ഷിച്ചത്, അതുകൊണ്ട് അലി ഇലാഹാണെന്ന് ഇപ്പം നമുക്ക് ഉറപ്പായി. അത്രയും പഴിച്ച ആ കാലഘട്ടത്തിൽ. ഇപ്പം അതിനേക്കാൾ ഉണ്ട്. അങ്ങനെയാണ് ചോദ്യം വന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇല്ല മാ ഫീ ഖിറാബി സൈഫി, എൻ്റെ ഈ വാളിൻ്റെ ഉറയിലുള്ളൊരു കാര്യമല്ലാതെ. തുമ്മ അഖ്റജ സഹീഫത്തൻ, എന്നിട്ട് അതിനുള്ളൊരു ചെറിയൊരു കടലാസ് എടുത്തു. ഫഇദാ ഫീഹാ മക്തൂബുൻ, അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താളെ അല്ലാഹു ലഅനത്ത് എഴുതിയിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. ലഅന അല്ലാഹു മൻ സറഖ മനാറൽ അർദ്, സ്ഥലത്തിൻ്റെ ഭൂമിയുടെ അതിരുകൾ മോഷ്ടിച്ചവർ, അഥവാ സ്ഥലത്തിൻ്റെ അളവ് തെറ്റിച്ച ആൾക്കാർ. ലഅന അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരറിയാണ്ട് മറ്റവൻ്റെ 2 സെൻറ്റ്, ഇപ്പുറത്തുനിന്ന് 2 സെൻറ്റ് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ലഅന അല്ലാഹു, അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. മനാർ എന്ന് പറഞ്ഞാൽ അതിര് നിശ്ചയിക്കുന്ന കുറ്റിക്കാണ് പറയാം മനാർ. ആ അതിര് നിശ്ചയിക്കുന്ന കുറ്റി മാറ്റിയാളും. ലഅന അല്ലാഹു മൻ ലഅന വാലിദൈഹി, ആരാണോ മാതാപിതാക്കളെ ശപിക്കുന്നത് അല്ലാഹു അവരെ ശപിക്കും. അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, മാതാപിതാക്കളെ ശപിക്കുക അപൂർവമാണ്. അങ്ങനെ എന്തില്ല, മാതാപിതാക്കൾ ഒരാൾ നേരിട്ട് ശപിക്കൂല. മാതാപിതാക്കളെ ശപിക്കാൻ കാരണക്കാരനായി തീരുന്നവരും അല്ലാഹുവിൻ്റെ ഈ ലഅനത്തിൽപ്പെടും. നമ്മളൊരു പ്രവർത്തനം, നമ്മളൊരു വേണ്ടാതീനം, അതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ക്ഷമിക്കപ്പെടുക, മാതാപിതാക്കൾ ചീത്ത വിളിക്കപ്പെടുക, അതിൻ്റെ കുറ്റക്കാരാണ് നമ്മളാണ്. അത് ഇതിൽപ്പെടും. വലഅന അല്ലാഹു മൻ ആവാ മുഹ്ദിസൻ ഔ മുഹ്ദസൻ, മുഹദ്ദസൻ എന്നും വന്നിട്ടുണ്ട്, മുഹദ്ദിസൻ എന്ന് വന്നിട്ടുണ്ട്. രണ്ടിനും അർത്ഥം വ്യത്യാസമുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്ത ഒരാൾക്ക് അഭയം നൽകിയാൽ, അവൻ്റെ ശിക്ഷാ നടപടിയിൽ നിന്നൊക്കെ അവനെ സംരക്ഷിച്ച് അവർക്ക് അഭയം നൽകിയാൽ അവനെയും അല്ലാഹു ശപിച്ചു. അല്ലെങ്കിൽ പുതുതായ ഒരു ബിദ്അത്തിന് ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ, ബിദ്അത്തുകാരനെ തൃപ്തിപ്പെട്ടു, അവനെ എതിർത്തില്ല, അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്നു എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭാഗമായിട്ടുള്ള ബന്ധം എന്താണ്? മാതാപിതാക്കളെ ലഅനത്ത് ചെയ്തവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അഥവാ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവൻ വിദൂരത്താണ്. ഇവൻ സ്വയം ശപിച്ചിട്ടില്ലെങ്കിലും
ആ ശാപത്തിന്, മാതാപിതാക്കൾക്ക് ശാപം കിട്ടാൻ രീതിയിൽ ഇവൻ കാരണക്കാരനായാലും അള്ളാഹിന്റെ ശാപത്തിന് ഇവൻ അർഹനായി തീരും. അത്രയും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പൊ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ നന്മയിൽ വർത്തിക്കുക, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉഖൂഖുൽ വാലിദൈൻ വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല രീതിയിൽ അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹും അള്ളാഹിന്റെ റസൂലും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല വർത്തിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ കടപ്പെട്ട് അവരോടുള്ള ഹക്കുകൾ പൂർത്തീകരിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് മാതാപിതാക്കളുടെ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി തരുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.